നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് വീണ്ടും ബിഗ് ബോസിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് മുമ്പോട്ട് വന്നേക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായലോക്കി, പിന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആൾ, പിന്നെ മണ്ടൻ, പിന്നെ പ്രാന്തൻ, കോമൺ സെൻസ് ഇല്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ ജിൻഡോണ് ഇപ്പോൾ കത്തിക്കേറി നിൽക്കുന്നത്. നിങ്ങൾ ഇതിലുണ്ടായിരുന്ന ഒത്തിരി കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, ഇന്ത്യ, ആ പുണ്യാളത്തികളൊക്കെ ഇന്ത്യ. ഈ ചെറുക്കനെ ഒറ്റക്കിട്ട് കുറേ പണി കൊടുത്തിട്ടില്ലേ ഇന്ത്യയിൽ. നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളൊരു അഡ്രസ്സ് പോലും അഡ്രസ്സ് ചെറുക്കൻ കത്തിക്കേറി പോക്കണ്ട പോക്കണ്ട. മണ്ടൻ, വിവരദോഷി, കോമൺ സെൻസ് ഇല്ലാത്തവൻ, വായിൽ നോക്കി എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പോഴും ഉണ്ട്, അതിനകത്ത് മത്സരിക്കുന്നുണ്ട്. അയാൾ കപ്പടിക്കുമ്പോൾ നമുക്ക് നോക്കി കാണാം കേട്ടാ. പിന്നെ എനിക്ക് പറയാനുള്ള ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ ഈ ഒരു സുഹൃത്തുണ്ടല്ലോ, പകുതി മുക്കാൽ ഭാഗം വരെയും ഈ ജിൻഡോനായിട്ട് ഒരുപാട് പണി കൊടുത്തിരിക്കുന്ന ആളാണ്. നല്ല പണി, 8ന്റെ പണി കൊടുത്തിരിക്കുന്ന ആളാണ്. പിന്നെ ഈ പ്രേക്ഷകരും ഒരു വോട്ടിൻ്റെ ഒരു ശതമാനമൊക്കെ നോക്കി കഴിഞ്ഞപ്പോണ്ടല്ലോ, പ്രേക്ഷകരുടെ പ്രതികരണമൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോൾ ജിൻഡോൻ്റെ ഒപ്പം ഒന്ന് മനസ്സിലായതിൻ്റെ പേരിൽ ഇപ്പോൾ ഒന്ന് കൂടെ ചേർന്ന് നിൽക്കണതാണ്. നൈസായിട്ട് സന്തോഷിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു, ബഹുമാനിക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എന്തൊക്കെ അഭിനയം കാഴ്ച വെച്ചിട്ടും എൻ്റെ പൊന്ന് ജാസ്മിനെ കപ്പടിക്കാൻ പോണില്ല. അത് നമ്മുടെ പയ്യൻ തന്നെ കൊണ്ടുപോകും. ജിൻഡോ അവൻ സത്യസന്ധമായ രീതിയിൽ വളരെ ആത്മാർത്ഥതയോടി കളിക്കുന്ന കളിയാണ് ഗെയിം. ബിഗ് ബോസ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് കുത്തിത്തിരിപ്പും പിന്നെ അഹങ്കാരം കാണിക്കലും അല്ല വേണ്ടത്. ശരിക്കും റെസ്പെക്റ്റ് ചെയ്ത് തന്നെ കളിക്കണം. എന്തായിരുന്നു ഇവരുടെയൊക്കെ അഹങ്കാരം? ജിൻഡോ അവിടെ നോക്കിയാൽ പ്രശ്നം, ഇവിടെ നോക്കിയാൽ പ്രശ്നം, അവിടെ ഇരിക്കാൻ പാടില്ല, അവിടെ നിൽക്കാൻ പാടില്ല, അവൻ്റെ നോട്ടം കണ്ട എന്തൊക്കെയായിരുന്നു. മലപ്പുറം കത്തി, ആനവാൽ മോതിരം. എന്നിട്ട് എവിടെയാണ് ഇവരൊക്കെ? എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക്? പ്രേക്ഷകർ മണ്ടന്മാരെന്ന് മനസ്സിലായില്ലേ? പ്രേക്ഷകർക്ക് കണ്ണുണ്ട് കാണാൻ, ചിന്തിക്കാൻ തലച്ചോറുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, എന്തൊക്കെ അലമ്പ് ഗെയിം കളിച്ചിട്ടും കാര്യമൊന്നുമില്ല. ആടിനെ പട്ടിയാക്കണ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പണ്ട്. ഇപ്പോഴത്തെ പ്രേക്ഷകർ നല്ല ബ്രെയിൻ വർക്കിംഗ് ആണ് അവരുടെ. അത് മനസ്സിലാക്കി കളിച്ചാൽ മതി. ഇനിയുള്ള സീസണിൽ വരാൻ പോണ കണ്ടസ്റ്റൻസിനും ഉള്ളൊരു താക്കീതാണത്. അങ്ങനെ വിചാരിച്ചോ കേട്ടാ. അപ്പോൾ ഈ ടൈപ്പ് ഗെയിം കളിച്ചിട്ടൊന്നും കാര്യമില്ല മക്കളെ. ഒരാളെ ഒറ്റ കിട്ടി കഴിയുമ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് കൂടി സംഘം ചേർന്നിട്ട് ആക്രമിക്കണ പരിപാടികൾ അതിലൂടെ ഒന്നും കീഴ്പ്പെടുത്താൻ നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെ കുറേ കൂതറ ഗെയിം കളിച്ചിട്ടുണ്ട്, കൂതറ ഗെയിം. അവരൊക്കെ ഒറ്റടിക്ക് അടിച്ച് പുറത്തായി പോയിട്ടുണ്ട്. എൻ്റെ പൊന്നു, TV തുറക്കണ സമയമുണ്ടല്ലോ ബിഗ് ബോസ് കാണാൻ വേണ്ടിയിട്ട്, ആ ജിൻഡോനിട്ട് ഒറ്റക്കിട്ട് ആക്രമിക്കണ കാണണം. സഹിക്കാൻ പറ്റൂല. അപ്പം തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കപ്പ് അവൻ തന്നെ അടിക്കുമെന്ന്. അത് 100 വോൾട്ടേജിലുള്ള കാര്യമാണ്, ഒന്നും പറയാനില്ല. ഇപ്പം വെറുതെ മീഡിയ, വെറുതെ സമൂഹ മാധ്യമങ്ങൾ വെറുതെ നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ പേഴ്സൻറ്റേജ് ആയിരിക്കണം, ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ പ്രേക്ഷകർ പറയുന്ന കമൻസ് നോക്കിയാൽ മാത്രം മതി ആര് കപ്പടിക്കുന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ കപ്പ് ജിൻഡോ തൂക്കി, ഒന്നും പറയാനില്ല. 100% ഉറപ്പാണ് ജിൻഡോ അടിച്ചിരിക്കും. 100 വോൾട്ടേജിലാണ് പോണത് കളികൾ. പിന്നെ ജാസ്മിൻ വീട്ടിലിരുന്ന് പോയി, കിട്ടൂല, കപ്പ് കിട്ടൂല കേട്ടാ. നമ്മൾ വിട്ടോ, വല്ല കപ്പയും വാങ്ങിച്ച് തിന്നാൻ നോക്കി പോയി.